JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയും അപൂർവ ഗ്രഹസംഗമത്തെക്കുറിച്ചാണ്. മീനൻ രാശിയിൽ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും രാഹുവും ഈ 6 ഗ്രഹങ്ങൾ ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് മീനം 15-ാം തീയതി മുതൽ മീനം 30-ാം തീയതി വരെ, അല്ലെങ്കിൽ മാർച്ച് 29 മുതൽ ഏപ്രിൽ 13 വരെ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ മീനൻ രാശിക്കൂറുകാരായ പൂരിട്ടാതിയുടെ 4-ാം പാദം, ഉത്തിരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മീനം ലഗ്നമായി ജനിച്ചവരുടെയും ഈ സമയത്തെ ഗുണദോഷ ഫലങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രഹങ്ങളും, ഈ 6 ഗ്രഹങ്ങളും വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഗ്രഹങ്ങളാണ്. ഈ 6 പേരുടെയും ഫലം ഒരുപോലെ ആയിരിക്കില്ല. കാരണം വ്യത്യസ്തമായ നല്ലതും ചീത്തയുമായ സ്വഭാവ വിശേഷമുള്ള ഗ്രഹങ്ങളാണ് ഈ 6 പേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 6 പേരും ഒരു രാശിയിൽ നിൽക്കുമ്പോൾ 6 ഗ്രഹങ്ങളുടെയും ഫലം വ്യത്യസ്തമായിരിക്കും. അത് ഒന്നിച്ച് നിൽക്കുമ്പോൾ പരസ്പരമുള്ള സ്വാധീനം മൂലം ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഫലം പറയുമ്പോൾ ഗുണവും പറയണം, ദോഷവും പറയണം. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. കാരണം പലരും പുകഴ്ത്തി ഈ സഹസ്രകോടീശ്വര യോഗം, രാജയോഗം, അതുപോലെ വെച്ചടി കയറ്റം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന വീഡിയോയൊന്നുമല്ല JP Astro Life-ൻ്റെ വീഡിയോ. അത് കുറേ റിയലായിട്ടുള്ള കാര്യമാണ്. അത് ജാതകത്തിൽ അസ്ട്രോളജിയിൽ പറയുന്ന കാര്യങ്ങളും ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങളും അനുസരിച്ചുള്ള ഫലമാണ് പറയുന്നത്. അത് നല്ലതും വരാം, ചീത്തയും വരാം. അതിനൊരു ഉദാഹരണമാണ് ഏപ്രിൽ 29-ാം തീയതി സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ ഒരുപാട് രാജയോഗങ്ങൾ ഉണ്ടാകുന്നു, കോടീശ്വര യോഗം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം 2ഉം 3ഉം വീഡിയോ ഒക്കെ ഇട്ടവരുണ്ട്. പലരും ഒരുപാട് പ്രാവശ്യം അത് കണ്ടവരും കാണും. എന്നാൽ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഈ വീഡിയോ ആദ്യം ഇറങ്ങിയപ്പോഴേ പറഞ്ഞു, മാർച്ച് 29-ാം തീയതി സൂര്യഗ്രഹണം ഇന്ത്യയിൽ ബാധകമല്ല, ഇന്ത്യക്കാർക്കും ബാധകമല്ല. വേറെ ഏതെങ്കിലും രാജ്യത്ത് സൂര്യഗ്രഹണം ഉണ്ടാവുകയാണെങ്കിൽ അത് അവിടുത്തെ കാര്യമാണ്. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് എന്തോ മെച്ചമുണ്ടാകുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതൊന്നും അസ്ട്രോളജി അല്ല. അതുപോലെ സൂര്യഗ്രഹണമായാലും ചന്ദ്രഗ്രഹണമായാലും ഗ്രഹണ സമയത്തും ഗ്രഹണ ദിവസത്തും പ്രകൃതിക്കും ജീവജാലങ്ങൾക്കുമൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കും. അതെല്ലാം തന്നെ അതുപോലെ ആ സമയത്തൊരു കുഞ്ഞ് ജനിച്ചാൽ പോലും ദോഷമാണ്. സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ പകലാണ്. ഈ പകൽ സൂര്യൻ മറഞ്ഞ് രാത്രി പോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. കാർമേഘം കൂടി ഒന്ന് ഇരുട്ട് പോലെ തോന്നി, അതൊന്നും സൂര്യഗ്രഹണമല്ല. നല്ലതുപോലെ ഇരുട്ട് വ്യാപിക്കുന്ന ഒരു സമയത്തെയാണ് പകൽ. അതിനെയാണ് ഈ സൂര്യഗ്രഹണം, സമ്പൂർണ്ണമായ സൂര്യഗ്രഹണം എന്നൊക്കെ പറയുന്നത്. അത് പണ്ട് പോലെ സൺഗ്ലാസും അതുപോലെ പിന്നെ വെൽഡിങ് ഗ്ലാസും ഒക്കെ വെച്ച് സൂര്യനെ നോക്കുമ്പോൾ സൂര്യൻ മറഞ്ഞു പോകുന്നതും അതുപോലെ തെളിഞ്ഞ് വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല കാര്യങ്ങളും ജ്യോതിഷത്തിൽ ഉണ്ടാകാം എന്ന് നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ഇപ്പം ചെയ്തത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ, മീനൻ രാശിക്കൂറുകാർ അവരുടെ ജന്മരാശാധിപൻ എന്ന് പറയുന്നത് മീനൻ രാശിയുടെ അധിപൻ വ്യാഴമാണ്. ആ വ്യാഴം ഇടവൻ രാശിയിൽ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 3-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നല്ല അനുഭവമായിട്ട് അസ്ട്രോളജി പറയുന്നതേയില്ല. ഏത് കാര്യത്തിലും ഒരു പ്രതിബന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും. വേണ്ടാത്ത കാര്യത്തിലൊക്കെ ഇടപെടും. വെറുതെ ചിലപ്പോൾ പേര് ദോഷം കിട്ടിയെന്നും വരും. സമീപവാസികളുമായിട്ട് ചിലപ്പോൾ അത്ര സുഖകരമല്ലാത്ത ചില നീരസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാം. കാരണം 3-ാം ഭാവം ആത്മവിശ്വാസവും പരിസരവും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യം, സഹോദരങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ 3. അതുപോലെ തന്നെ സ്നേഹം നടിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ സ്നേഹത്തോടു കൂടി എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഈ നാളുകാർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായി തീരുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഈശ്വരാധീനമില്ലാത്ത ഒരു അവസ്ഥയെന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആ സാഹചര്യത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരവസരം ഉണ്ടാകും. കാരണം മറ്റുള്ളവരൊന്നും നമ്മുടെ ന്യായീകരണത്തെ, നമ്മുടെ ഭാഗത്തെ ന്യായീകരിക്കാനോ നമ്മൾ പറയുന്നതിനെ അംഗീകരിക്കാനോ ഒന്നും തയ്യാറാകത്തില്ല എന്നുള്ളതാണ്. കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നും തോന്നത്തില്ലെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ട് ഈ സമയത്ത് അത്ര നല്ലതല്ല ഈ നക്ഷത്രക്കാർക്ക്. പിന്നെ 2-ാം ഭാവാധിപനായ ചൊവ്വ, കാരണം മീനൻ രാശിക്കാരെ സംബന്ധിച്ച് 2-ാം ഭാവാധിപൻ മേടമാണ്, ചൊവ്വയാണ് അതിൻ്റെ അധിപൻ. ഈ ചൊവ്വ 4-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. ഏപ്രിൽ 3 വരെ മിഥുനത്തിൽ നിൽക്കും. ഏപ്രിൽ 3 മുതൽ കർക്കിടകത്തിൽ നീചരാശിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പം 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക എന്ന് പറഞ്ഞാൽ 4-ാം ഭാവം വീട്, വാഹനം, മാതാവ്,
അമ്മാവനെ, ബന്ധുക്കാർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ വീട്ടിൽ താമസിക്കുന്നവരുമായിട്ട്, വീടാണല്ലോ, അപ്പോൾ വീട്ടിൽ താമസിക്കുന്നവരുമായിട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, മാതാവുമായിട്ട് ചില പ്രശ്നങ്ങൾ വരാം, മാതാവിൻ്റെ ബന്ധുക്കാർക്കും ചില അസൗകര്യങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ വരാം, ചില ഭിന്നതകൾ വരാം. അതുപോലെ തന്നെ 4-ാം ഭാവം വീടിനെ സൂചിപ്പിക്കുന്ന. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമുക്കൊരു വീട് വയ്ക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് മഴയ്ക്ക് മുമ്പേ താമസിക്കണം എന്നൊക്കെ കരുതി എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് തല്ലിക്കൂട്ടി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതും തടസ്സപ്പെട്ട് കിടക്കുകയായിരിക്കാം, അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരാം. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, 2-ാം ഭാവാധിപനാണ് ചൊവ്വ. 2-ാം ഭാവം കുടുംബത്തെ മാത്രമല്ല ധനത്തെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സാമ്പത്തികമായ പല പ്രതിസന്ധികളും ഉണ്ടാകാവുന്ന ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്, വാഹനം, മാതാവ്, ഇതിനെല്ലാം ഒരു നല്ല അവസ്ഥയെന്ന് പറയാനില്ല. യാത്ര ചെയ്യുമ്പോൾ, 4 ചൊവ്വയാണ്, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. ചൊവ്വയാണ്, എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം ഇങ്ങോട്ട് വന്നു കയറാം. നമ്മൾ മനംമര്യാദയായിട്ട് റോഡ് സൈഡിൽ കൂടെ നടന്നു പോയാലും മതി, ചിലപ്പോൾ നമ്മുടെ പുറത്തോട്ടൊരു വണ്ടി വന്ന് കയറാം, അല്ലെങ്കിൽ ഒരു കാല് തട്ടി വീഴുകയെങ്കിലും ചെയ്യാം. കാരണം 4-ാം ഭാവം എന്ന് പറയുമ്പോൾ ചൊവ്വ ആയതുകൊണ്ട് ചതവ്, മുറിവ്, തട്ട, മുട്ട ഇതൊക്കെ സംഭവിക്കാം, വഴക്കുമൊക്കെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്തൊക്കെ വരും. ഈ പറയുന്നതെല്ലാം നെഗറ്റീവാണല്ലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഈ ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന ഏത് ഭാവത്തിലാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ സംശയമുള്ളവർക്ക് നല്ല ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കണ്ട് ഇതിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും. പിന്നെ മറ്റൊന്നെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം, സുഹൃത്തുക്കളെ സംബന്ധിച്ച് യുവതി യുവാക്കളും അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കൊന്നും ഒരു നല്ല സമയം എന്ന് പറയാനില്ല. കാരണം ജന്മരാശിയിലാണ് ബുധൻ. ആ ബുധൻ എന്ന് പറഞ്ഞാൽ നീചരാശിയിലായിരുന്നു, അതുപോലെ തന്നെ മൗഢ്യത്തിലായിരുന്നു. ഏപ്രിൽ 1-ാം തീയതിയെ മൗഢ്യം അവസാനിക്കത്തുള്ളൂ. വക്രഗതിയുണ്ട്, അത് കുറച്ച് നേരത്തെ തുടങ്ങി. എങ്കിലും നീചത്തിലും മൗഢ്യത്തിലും നിൽക്കുന്ന ബുധൻ യുവതി യുവാക്കളിലും സുഹൃത്തുക്കളിലും അതുപോലെ വിദ്യാർത്ഥികളിലുമൊക്കെ വളരെ മോശമായ അനുഭവങ്ങളും വേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രാധാന്യവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വേണ്ടാത്ത ഏത് കാര്യത്തിലും അവർ എന്നിടപെടും. അതുപോലെ മറ്റുള്ളവരുമായിട്ട് പലപ്പോഴും കലഹിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പഠിക്കാനോ അല്ലെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒന്നും പറ്റത്തില്ല. കൂട്ടുകൂടിയും ഒക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇതിനൊരു മാറ്റം വരണമെന്ന് വരികിൽ ഏപ്രിൽ 1-ാം തീയതി മൗഢ്യം മാറും. മൗഢ്യം മാറി ഒരല്പം വക്രഗതിയിലൊക്കെ പോകുന്നത് കൊണ്ട് ഒരു ചെറിയ ചേഞ്ച് വരാം. കാരണം ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാടങ്ങ് മാറ്റം ഉണ്ടാകും എന്നൊന്നും പറയാനില്ല, ഒരു ചെറിയ ചേഞ്ച് അത്ര തന്നെ. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സൂര്യനും ജന്മരാശിയിലാണ് നിൽക്കുന്നത്. കാരണം മീനൻ രാശിയിലാണ് ഈ 6 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. ആ മീനൻ രാശി എന്ന് പറയുമ്പം മീനം രാശിക്കൂറുകാരെ സംബന്ധിച്ചും മീനലഗ്നക്കാരെ സംബന്ധിച്ചും ജന്മരാശിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സൂര്യൻ നിൽക്കുക. സൂര്യൻ നിൽക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ തലമുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വരും. ഇത് മാത്രമല്ല, ചിലർക്ക് തലവേദന വരാം, ചിലർക്ക് കണ്ണിന് കാഴ്ചക്കുറവോ വേദനയൊക്കെ വരാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു തരം ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ വരാം. അതുപോലെ എപ്പോഴും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഒരു ദേഷ്യം വരുന്ന ഒരു സ്വഭാവം, തലയ്ക്കെപ്പോഴും ചൂട് പിടിച്ചിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ തലവേദന, തലകറക്കം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, തലയ്ക്ക് പെരുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ സമയത്ത് ചിലർക്കൊക്കെ ഉണ്ടാകാം. അതുപോലെ ഉള്ളിൽ ഒരു പേടി, എന്തോ ഒരു വല്ലാത്തൊരു ഭയം ഇവർ ഈ സമയത്ത് ഓരോ കാര്യത്തിലും ചിന്തിപ്പിക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന പല ഗ്രഹങ്ങളും മോശമാണെങ്കിലും ഗുണം ചെയ്യുന്ന ഗ്രഹങ്ങളും ഈ 6-ാം ഭാവത്തിലുണ്ട്. അതിലൊന്നാണ് ശുക്രൻ. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പം സുഖത്തിനൊന്നും യാതൊരു കുറവുമില്ല. കാരണം ഉച്ചരാശിയിലാണ് ശുക്രൻ. അപ്പോൾ ശുക്രൻ സുഖം തേടിപ്പോകുന്ന ഒരു ഗ്രഹമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജന്മരാശിയിലാകുന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക. ശരീരത്തിൻ്റെ സുഖമാണല്ലോ ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സുഖം ഉണ്ടാകുന്ന ഏതൊക്കെ കാര്യങ്ങളാണോ അതിനോടൊക്കെ കൂടുതൽ താല്പര്യം വരിക. ഓരോരുത്തർക്കും സുഖം ഓരോ രീതിയിലായിരിക്കും എന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഏത് വിധത്തിലുള്ള സുഖമായാലും അവർ അതിൻ്റെ പുറകെ പോകാൻ ആഗ്രഹിക്കും എന്നുള്ളതാണ്. അതുപോലെ യാത്രയിൽ ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ വരാം. പിന്നെ ശനിയെ സംബന്ധിച്ച് പറയുമ്പം ശനി ശുക്ര ബന്ധം, ശനിയും ശുക്രനും 6 ഗ്രഹങ്ങൾ നിൽക്കുന്ന കൂട്ടത്തിൽ ശനിയും ശുക്രനും ഒക്കെ ഉണ്ടല്ലോ.
അപ്പോൾ ഈ ശനിയും ശുക്രനും തമ്മിൽ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം വരിക, അവിടെ രാഹുവുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദമ്പതിമാർ തമ്മിൽ ചെറിയ ഭിന്നത ഉണ്ടാകും. കാരണം ശുക്രൻ ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്നതാണ്, ദമ്പതിമാരെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില അഭിപ്രായങ്ങൾ വരും. നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ല, ആണായാലും പെണ്ണായാലും ഇതൊക്കെ ഒന്ന് മാറ്റണം, ഈ രീതി ശരിയല്ല എന്നൊക്കെ പറയുന്നൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരുടെ സുഖത്തിൻ്റെ പുറകെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഒരു സാഹചര്യം ചിലരിലുണ്ടാകുമ്പോൾ അവിടെ സംശയം ഉണ്ടാകും, അപവാദം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരും, അതുപോലെ അപവാദ പ്രചാരണങ്ങളൊക്കെ നടത്തും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേൾക്കും, മറ്റുള്ളവരും പറയും. അങ്ങനെയൊക്കെ ഉള്ള ചില സാഹചര്യങ്ങളൊക്കെ ഈ മീനൻ രാശിക്കാർക്ക് വരാവുന്ന ഒരു സന്ദർഭമാണ്. കാരണം എപ്പോഴും ദേഷ്യവും കോപമൊക്കെ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ 11ാം ഭാവാധിപനും 12ാം ഭാവാധിപൻ കൂടിയാണ് ശനി. അപ്പോൾ 11ാം ഭാവം എന്ന് പറഞ്ഞാൽ വരവും 12ാം ഭാവം ചിലവുമാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ലഭിക്കുന്നത് നഷ്ടപ്പെടുന്നത്. ഇത് രണ്ടും പറയാമല്ലോ. അപ്പോൾ ഈ രണ്ട് ഭാവം ഉള്ളത് കൊണ്ട് ഈ സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ചില ബന്ധങ്ങളോ ചില സൗഹൃദങ്ങളോ ഒക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് ചിലപ്പോൾ അതൊരു വിഷയമൊക്കെ ആയാലും അതൊക്കെ അങ്ങ് ചീറ്റിപ്പോവും. അതുകൊണ്ട് ഒരു വലിയ പ്രശ്നമൊന്നും ആക്കണ്ട എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറെ കാര്യമെന്ന് പറഞ്ഞാൽ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസവും ഒരു വിഷമതയും ഒക്കെ ഇവരുടെ മനസ്സിലൊരു പേടിയും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ പ്രായം ചെന്നവരുമായിട്ടൊക്കെ ഇവർക്കൊരു പ്രത്യേക അടുപ്പം വരും. കാരണം ഈ ശനി പ്രായം ചെന്നവരെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടൊക്കെ ഒരു പ്രത്യേക അടുപ്പമൊക്കെ വരുമ്പം ഇതൊക്കെ ചിലർക്ക് ചില സംശയങ്ങളൊക്കെ വരാം, അങ്ങനെ ചില അപവാദങ്ങളും വരാം. സ്വജനങ്ങളോടും സന്താനങ്ങളോടുമൊക്കെ അടുപ്പം കുറയും. അതുപോലെ ബന്ധുക്കളോടൊക്കെ ഒരു വിരോധം വരും. സ്വഭാവത്തിൽ പല മാറ്റങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയായിരിക്കും. വേണ്ടാത്ത ചിന്താഗതികൾ, സഞ്ചാരം എന്നിവയൊക്കെ ഉണ്ടാകും. അപ്പം പല കാര്യങ്ങളിലും ഇവരുടെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പലരും അടുത്തുകൂടിയവർ തന്നെ പലരും അകന്നു പോകും. ബന്ധുക്കൾ തന്നെ പലപ്പോഴും ഒരു അകൽച്ചയൊക്കെ വെച്ച് പുലർത്തുകയും ചെയ്യും. പിന്നെ കർമാധിപനാണ് വ്യാഴം. കാരണം മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ജന്മാധിപനും 10ാം ഭാവാധിപനുമാണ്. അപ്പോൾ കർമാധിപൻ ആയ വ്യാഴം 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പം വ്യാഴമാണ് കർമാധിപൻ. പക്ഷേ വ്യാഴം നല്ല ഭാവത്തിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ലതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും വിപരീത ഫലം ചെയ്യാം. കാരണം ഈശ്വരാധീനം ഇല്ലാത്ത സമയമാണ് എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ദൈവാധീനം ഇല്ല. എന്ത് നല്ല കാര്യം തുടങ്ങിയാലും അല്ലെങ്കിൽ അതിന് ഒരുങ്ങിയാലും അതിൻ്റെ ഫലം ഒരു നല്ലതായിട്ട് വരത്തില്ല, ഒരു വിപരീത രീതിയിലായിരിക്കാം നമ്മളെ ബാധിക്കുന്നത്. അതുപോലെ അലർജി, പാദരോഗങ്ങൾ, ശിരോരോഗം, സഞ്ചാരക്ലേശം, ബുദ്ധിമോശം, വേണ്ടാത്ത ചിന്താഗതിയിൽ മനസ്സ് അതിൽ തന്നെ നിൽക്കുന്ന ഒരു സന്ദർഭം, ഇതെല്ലാം രാഹുവിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ്. ഈ രാഹു ശുക്രയോഗം എല്ലാവരും കൂടി ഒരു രാശിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ രാഹു ശുക്രയോഗം, രാഹു ബുധയോഗം എന്നിവയെല്ലാം സ്ത്രീകളോടുള്ള സമീപനത്തിലും മറ്റുള്ളവരുടെ തെറ്റായ ഉപദേശവും, കാരണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിവരക്കേടുകൾ പറഞ്ഞ് അതിൻ്റെ പുറകെ പോയി അതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് കലഹം ഉണ്ടാകാം. അതാണ് ഈ ബുധനുമായിട്ടുള്ള രാഹുവൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം. കാരണം ഉപദേശം, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അല്ലെ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുന്നത് ചിലപ്പോൾ കുടുംബകലഹം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കാതെ അത് കേട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു, പറയാൻ തുടങ്ങുന്നു, അപ്പോൾ പ്രശ്നമാകുന്നു. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ തെറ്റായ ഉപദേശം, തെറ്റായ അഭിപ്രായങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം. ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെ വേണ്ടതാണോ വേണ്ടാത്തതാണോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ കുറയും. അതുപോലെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കണം ഈ സമയത്ത്. അങ്ങനെയുള്ള അവരുടെ ചിന്താഗതികൾ നല്ലതോ ചീത്തയോ എന്ന് ആലോചിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവൂ. കേട്ടവാദി കേൾക്കാത്തവാദി അങ്ങനെയാണെന്ന് പറഞ്ഞ് വാളെടുത്തുകൊണ്ട് ഇറങ്ങുന്ന സ്വഭാവമൊന്നും കാണിക്കരുത്. അതുപോലെ ശുക്രൻ ഒഴിച്ചുള്ള ഗ്രഹങ്ങളെ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാം അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ മീനൻ രാശി നിൽക്കുന്നത്. വ്യാഴം അനുകൂലമല്ല, അത് പുറത്താണ്, ഇടവൻ രാശിയില്ല. ചൊവ്വ അനുകൂലമല്ല. വേറൊരു കാര്യമെന്ന് പറയുന്നത്, ചൊവ്വ ഏപ്രിൽ 3-ാം തീയതി മുതൽ കർക്കിടകത്തിലേക്ക് പോകുമ്പോൾ കർക്കിടകൻ രാശി നീചരാശിയാണ്.
അപ്പം നീചരാശിയായ കർക്കിടകത്തിൽ ചൊവ്വ പോകുമ്പോൾ അത് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് 5-ാം ഭാവം. ഈ 5-ാം ഭാവം എന്ന് പറയുമ്പോൾ മനസ്സൊന്നുകൂടെ അങ്ങ് മുരടിക്കും. ചില പ്രയാസങ്ങളും ഒക്കെ വരികയും ചെയ്യും. മനപ്രയാസം ഉണ്ടാകും, ചില വാശിയും ഉണ്ടാകും. അതാണല്ലോ ചൊവ്വ, 5-ാം ഭാവം മനസ്സ്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ടും സന്താനങ്ങളുമായിട്ടും ഒക്കെ ചില വീറും വാശിയും വൈരാഗ്യമൊക്കെ വരും. അവർ പറയുന്നത് ഇവർ കേൾക്കത്തില്ല, ഇവരെ അവർ അംഗീകരിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരാം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ, ചൊവ്വയുടെ ദോഷം, അതുപോലെ വ്യാഴത്തിൻ്റെ ദോഷം, ശുക്രൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ അത്ര മെച്ചമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈശ്വരനെ ഭജിക്കുക, ദൈവത്തെ വിളിക്കുക. ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു രീതിയിൽ ഭഗവാൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പല കൊള്ളരുതായ്മകളും നമ്മളിൽ നിന്ന് അകന്നു പോകും. നമുക്ക് കുറേ ബുദ്ധിപരമായിട്ട് ഒരു ചെറിയ ഒരു മടി തോന്നും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മീനലഗ്നത്തിൽ ജനിച്ചവരായാലും ഇപ്പോഴത്തെ മീനൻ രാശിക്കൂറുകാരായാലും നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ഈ സമയം നല്ലതല്ല എങ്കിൽ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. മറിച്ച് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നല്ല നിലയിലാണ്, ശനി അത്ര മോശമല്ലാത്ത നിലയിലാണ്, ബുധനും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ദശാപഹാരകാലവും നിങ്ങളുടെ സമയം നല്ല രീതിയിലാണ് പോകുന്നത് എങ്കിൽ ഈ പറഞ്ഞ ദോഷഫലങ്ങൾക്ക് കുറവ് വരും. ഗുണവും കുറയും, ദോഷവും കുറയും. അപ്പോൾ ദോഷഫലങ്ങൾക്ക് കുറവ് വരുമ്പോൾ അതൊന്ന് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. മറിച്ച് നല്ല സമയമല്ല, ജാതകത്തിൽ പല ഗ്രഹങ്ങളും മോശമാണ് എങ്കിൽ തീർച്ചയായും ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും തന്നെ വേണം. കാരണം നെഗറ്റീവ് മാത്രം പറയുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളയൊന്നും വേണ്ട. നെഗറ്റീവായിട്ട്, അതായത് മോശം ഫലങ്ങളെ മോശം ഫലമായിട്ട് തന്നെ പറയുന്നതാണ് അസ്ട്രോളജി. അല്ലാതെ ഇതൊക്കെ അങ്ങ് മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾ നാട്ടിലുണ്ടോ, 3 ദിവസത്തിനകം നിങ്ങളെന്തോ വലിയ രാജാവാകുമെന്നൊന്നും പറയുന്നൊന്നും അസ്ട്രോളജി ഒന്നുമല്ല. അത് വെറുതെ പറ്റിക്കാൻ പറയുന്നതാണ്. ഈ മോശമായ സമയം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നേരത്തെ മനസ്സിലാക്കാനും അതനുസരിച്ച് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കാനും വേണ്ടിയും ദൈവവിചാരത്തിൽ അതിനോടൊന്നും വീഴാതിരിക്കാനും വേണ്ടിയുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് അസ്ട്രോളജിയെ കാണേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.